കൂട്ടുകാരെ, എന്നോട് വിശേഷമൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഇന്ന് ഈശോയുടെ വചനം നമ്മളോട് സംസാരിക്കുന്നത് ഹെബ്രായർ 2:18 അവൻ പീഡിപ്പിക്കപ്പെടുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത് കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെയും പീഡിപ്പിക്കപ്പെടുന്നവരെയും സഹായിക്കാൻ അവന് സാധിക്കുമല്ലോ. എന്തൊരു ഡീപ്പായിട്ടുള്ളൊരു നല്ല ബലം നൽകുന്ന ഒരു വചനമാണ് അല്ലേ? അപ്പം ഈശോയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഈശോ ഒത്തിരി സഹിച്ചിട്ടുള്ളവനാണ്, ഒത്തിരി പരീക്ഷിക്കപ്പെട്ടിട്ടുള്ളവനാണ്, ഒത്തിരി നിന്ദിക്കപ്പെട്ടിട്ടുള്ളവനാണ്, ഒത്തിരി കളിയാക്കപ്പെട്ടിട്ടുള്ളവരാണ്. അപ്പം നമ്മൾ ജീവിതത്തിൽ പോകുന്ന ഏകദേശ അവസ്ഥകളൊക്കെ അതിന് മേലെ സഹിച്ച ആളാണ്. വളരെ അനുഭവസ്ഥനായ ആളാണ് നമ്മുടെ ഈശോ. അപ്പം നമ്മൾ പറയത്തില്ലേ, നിനക്കത് അനുഭവിച്ചാലേ അറിയത്തുള്ളൂ. അപ്പം നമുക്കൊരു നമ്മുടെ സെയിം അവസ്ഥ ഉള്ള ആൾക്ക് നമ്മളെ മനസ്സിലാക്കാൻ എന്ത് പറ്റും? കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും, നമ്മളെ കൂടുതൽ സഹായിക്കാൻ പറ്റും. ചിലർ നമ്മളോട് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും ചിലർ അവർക്ക് അനുഭവത്തിലൂടെ പോയാലേ അതിൻ്റെ ആ ഒരു ആഴം മനസ്സിലാവത്തുള്ളൂ. ആ ആഴവും വീതിയും നീളവും ഒക്കെ മനസ്സിലാക്കിയ ആളാണ് ആര്? നമ്മുടെ ഈശോ. അപ്പം നമ്മുടെ മനസ്സിൽ ഇന്ന് എന്ത് വിഷമമാണോ, എന്ത് പരീക്ഷണമാണോ നമുക്കുള്ളത്, നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുകയാണോ, തള്ളപ്പെട്ടിരിക്കുകയാണോ, നമ്മളൊരു കെണിപ്പെട്ടിരിക്കുകയാണോ, ചെയ്യാത്ത കുറ്റത്തിന് നമ്മൾ എവിടെയെങ്കിലും അകപ്പെട്ടിരിക്കുകയാണോ, ഈശോയ്ക്ക് വിട്ടുകൊടുക്കുക. ഈശോ നമ്മളെ നടത്തും. ഈശോ അതിൽ നിന്നൊക്കെ വിടുതൽ തന്ന് ഈശോ നമ്മളെ പരീക്ഷണത്തിൽ നിന്നൊക്കെ നമ്മളെ വിടുവിക്കും, നമ്മളെ സഹായിക്കും എന്നാണ് ഈ വചനം പറയുന്നത്. അപ്പോൾ ഈ വചനത്തിലൂടെ എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ കൂട്ടുകാരെ, ഇപ്പോൾ പോകുന്നു, പിന്നെ കാണാം. ബായ്.